കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോൺ യൂണിഫോം അറേയിലെ ഫസ്റ്റ് കാറ്റഗറി ബൈനോമിയൽ അറേ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അതിനകത്ത് വരുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് അറേയാണ് ഡോൾഫ് ഷെബിഷേവ് അറേ. ഡോൾഫ് ഷെബിഷേവ് അറേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് നാരോ ബീം വിഡ്ത്ത് for given side lobe level or vice versa, hence it increases directivity. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗിവൺ സൈഡ് ലോബ് ലെവൽ തന്നിട്ടുണ്ട്. ഇവിടെ സൈഡ് ലോബ്സ് ഉണ്ടാവും, പക്ഷേ വളരെ കുറവായിരിക്കും. ഗിവൺ സൈഡ് ലോബ് ലെവലിന് വളരെ നാരോ ആയിട്ടുള്ള ബീം വിഡ്ത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ തിരിച്ച് ഒരു ഗിവൺ ബീം വിഡ്ത്ത് തരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ സൈഡ് ലോബ് ലെവലിലുള്ള പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഡോൾഫ് ഷെബിഷേവ് അറേയുടെ പ്രത്യേകത. ബൈനോമിയൽ അറേ എന്ന് പറയുമ്പോൾ അവിടെ സൈഡ് ലോബ് ലെവൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ബീം വിഡ്ത്ത് കൂടുതലായിരുന്നു അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം വിഡ്ത്ത് കുറവാണ്. ബീം വിഡ്ത്ത് നാരോ ബീം വിഡ്ത്ത് ആവുന്ന സമയത്ത് എന്തായിരിക്കും, അതിൻ്റെ ഡയറക്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഷെബിഷേവ് അറേ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താണ് ഷെബിഷേവ് പോളിനോമിയൽ എന്നുള്ളത് അറിയണം. ഓക്കെ, ഇപ്പോൾ നോൺ യൂണിഫോം അറേയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അവിടെ നോൺ യൂണിഫോം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്സ് ആയിരിക്കും ഓരോ എലമെൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈനോമിയൽ അറേയിൽ ബൈനോമിയൽ പോളിനോമിയലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അതിൻ്റെ കോഎഫിഷ്യൻറ്റിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഓരോ എലമെൻറ്റിനും. ഇവിടെ നമ്മൾ ഷെബിഷേവ് പോളിനോമിയലിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഷെബിഷേവ് പോളിനോമിയൽ എന്ന് പറയുന്നത്? അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി എം ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ടി സഫിക്സ് എം ഓഫ് എക്സ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: കോസ് ഓഫ് എം കോസ് ഇൻവേഴ്സ് എക്സ് വേർ മോഡുലസ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓർ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ടി എം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എച്ച് ഓഫ് എം കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ഫോർ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. Or in general, Tm of x can be written as cos m psi by 2. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കോസ് എം സൈ ബൈ 2 ഈ ഇക്വേഷനാണ്. അതിനകത്ത് സൈ ബൈ 2 വേർ സൈ ബൈ 2 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ഓർ എക്സ് ഈക്വൽ ടു കോസ് സൈ ബൈ 2. അതായത് തിരിച്ചിങ്ങോട്ട് എടുത്തു. സൈ ബൈ 2 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആകുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ആകുമ്പോൾ അതിനകത്തുനിന്ന് എക്സ് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്ത് വരും, കോസിനെ പുറത്തോട്ട് കൊണ്ടുവന്നു, അതായത് കോസ് ഐ ബൈ 2. ഓക്കെ, അതിനകത്ത് എം എന്ന് പറയുന്നത് എന്താ, ഡിഗ്രി ഓഫ് പോളിനോമിയൽ. നമ്മൾ ബൈനോമിയൽ അറേയിൽ പറഞ്ഞതുപോലെ തന്നെ വേറെ എം ഈക്വൽ ടു എൻ മൈനസ് 1. സ്മോൾ ലെറ്റർ എൻ എന്താ, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. അതാണ് ടി എം ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ ഡിസൈനിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടി എം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എം cos m psi by 2 where psi by 2 equal to cos inverse x or x equal to cos psi by 2. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. ലെറ്റ് m ഈക്വൽ ടു 0. സപ്പോസ് m ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അതായത് ഓർഡർ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, t0 x ഈക്വൽ ടു cos 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൻഡ് ലെറ്റ് എം ഈക്വൽ ടു 1. അതായത് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഷെബിഷേവ് പോളിനോമിയൽസിനെ നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എം ഈക്വൽ ടു 0 ആണെങ്കിൽ t0 x ഇസ് ഈക്വൽ ടു കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ലെറ്റ് എം ഈക്വൽ ടു 1 ആണെങ്കിൽ t1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എം ഈക്വൽ ടു 2 ആണെങ്കിൽ t2 ഓഫ് എക്സ് അല്ലേ, ടി എം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ t2 ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എം സൈ ബൈ 2 ആണ്. കോസ് എം സൈ ബൈ 2 അതായത് കോസ് 2 സൈ ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 2 തീറ്റ. കോസ് 2 തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയരുത്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് സൈ ബൈ 2ൻ്റെ ടേമുകളിലെ ഇക്വേഷനാണ്. അപ്പോൾ കോസ് 2 സൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലേ. അതായത് 2 എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, അതായത് നമുക്കറിയാം കോസ് ഐ ബൈ 2 എന്താണെന്ന് അറിയാം. കോസ് ഐ ബൈ 2 ഈക്വൽ ടു എക്സ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഇവിടെ എക്സ് ഈക്വൽ ടു കോസ് ഐ ബൈ 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വരുന്നത് ലെറ്റ് എം ഈക്വൽ ടു 3 ആണെങ്കിൽ t3 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, കോസ് 3 തീറ്റ. അതായത് 4 കോസ് ക്യൂബ് സൈ ബൈ 2 മൈനസ് 3 കോസ് ഐ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ക്യൂബ് മൈനസ് 3x. അപ്പോൾ നമുക്ക് ഹയർ ഓർഡർ പോളിനോമിയൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോസ് 4
അതായത് എം ഈക്വൽ ടു 4 ആണെങ്കിൽ കോസ് 4 സൈ ബൈ 2 ഒക്കെ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയെങ്കിൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹയർ ഓർഡർ പോളിനോമിയൽസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ടി എം പ്ലസ് 1 ഓഫ് എക്സ് ഈക്വൽ ടു 2x ഇൻറ്റു ടി എം ഓഫ് എക്സ് മൈനസ് ടി എം മൈനസ് 1 ഓഫ് എക്സ്. എന്നൊരു എക്സാമ്പിൾ നോക്കാം. T4 ഓഫ് എക്സ് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x ഇൻറ്റു T3x അല്ലേ. ടി എം ഓഫ് എക്സ് എന്ന് പറയുന്നത് T3x. ഓക്കെ, കാരണം എങ്ങനെ വരുന്നത്, എം പ്ലസ് 1 ഈക്വൽ ടു 4 ആണ്. എം പ്ലസ് 1 ഈക്വൽ ടു 4 ഓർ എം ഈക്വൽ ടു 3. അപ്പോൾ 2x ഇൻറ്റു T3x മൈനസ് ടി എം മൈനസ് 1 അതായത് T3 മൈനസ് 1x ദാറ്റ് ഈസ് T2x. ഓക്കെ, ഇനി 2x ഇൻറ്റു T3x നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T2x മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും 8x⁴ മൈനസ് 8x² പ്ലസ് 1. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ T4 എന്ന് പറയുമ്പോൾ 4 ഈവൻ നമ്പറാണ് വരുന്നത്. ഈവൻ നമ്പർ വരുമ്പോൾ ഈവൻ പവേഴ്സേ വരുള്ളൂ. x⁴, x², ദെൻ x⁴. ഇനി ഓഡ് നമ്പർ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ T3യുടെ കേസിൽ വരുന്നത് 4x³ മൈനസ് 3x ആണ്. അതായത് ഓഡ് വരുന്ന സമയത്ത് ഓഡ് നമ്പർ ഓഫ് പവർ x³ എക്സും. ഓക്കെ, അതുപോലെ T5 ഓഫ് എക്സ് ഉണ്ട്, ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. 2x ഇൻറ്റു T4 ഓഫ് എക്സ് മൈനസ് T3 ഓഫ് എക്സ്. 2x ഇൻറ്റു ടി എം ഓഫ് എക്സ്. ഇവിടെ എം പ്ലസ് 1 ഈക്വൽ ടു 5 വരുമ്പോൾ എം ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 2x ഇൻറ്റു T4 ഓഫ് എക്സ് മൈനസ് ടി എം മൈനസ് 1x ദാറ്റ് ഈസ് T3 ഓഫ് എക്സ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T5 ഓഫ് എക്സ് കിട്ടും. ദെൻ T6, T7, T8, T9 അതുപോലെ T1 ടു T9 വരെയുള്ളത് നിങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഇനി അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ശ്രദ്ധിക്കേണ്ടത് T1 ടു T9 വരെ നമുക്ക് മിക്കവാറും പ്രോബ്ലംസിൽ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് താഴെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ആവശ്യമാണ്. അത് ഈ പോളിനോമിയൽസ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ്. ഡിസൈൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസൈൻ സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആർ. എന്താണ് ആർ എന്ന് പറയുന്നത്? മെയിൻ ലോബ് മാക്സിമ ഡിവൈഡഡ് ബൈ സൈഡ് ലോബ് ലെവൽ. അത് മെയിൻ ലോബ് മാക്സിമ സൈഡ് ലോബ് ലെവലൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകത എന്താ, ഒരു ഗിവൺ സൈഡ് ലോബ് ലെവലിൽ നമ്മൾ നാരോ ബീം വിഡ്ത്തുള്ള ഒരു അറേ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതാണ് നമുക്ക് സൈഡ് ലോബ് ലെവൽ തന്നിട്ടുണ്ടാവും. അതുപോലെ മെയിൻ ലോബ് മാക്സിമ അതൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്, ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഓർ വേറൊരു രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. 20 log r ഈക്വൽ ടു സൈഡ് ലോബ് ലെവൽ ബിലോ മെയിൻ ലോബ് മാക്സിമ. ഈ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആർ കണ്ടുപിടിക്കാം. അതായത് ഡി ബിയിലാണ് ആറ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. 20 log r ഈക്വൽ ടു സൈഡ് ലോബ് ലെവൽ ബിലോ മെയിൻ ലോബ് മാക്സിമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് ദ Tchebyshev പോളിനോമിയൽ ടി എം ഓഫ് എക്സ്. അതായത് തന്നിരിക്കുന്ന നമ്പർ ഓഫ് എലമെൻസിനനുസരിച്ചിട്ടുള്ള പോളിനോമിയൽ നമ്മൾ ചൂസ് ചെയ്യണം. വേർ എം ഈക്വൽ ടു n മൈനസ് 1 ദാറ്റ് ഈസ് വേർ n ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 8 എലമെൻറ്റ് അറേ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ n ഈക്വൽ ടു 8 ആയിരിക്കും, m ഈക്വൽ ടു എന്തായിരിക്കും 8 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ T7 ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ സോൾവ് ഫോർ x0 ബൈ ഇക്വേറ്റിംഗ് ടി എം ഓഫ് x0 ഈക്വൽ ടു 6. അതായത് നമുക്ക് ടി എം ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ടേമിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും അല്ലേ. ആ എക്സിൻ്റെ ടേമിലുള്ള ഇക്വേഷനകത്ത് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, x0 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നാൽ ടി എം ഓഫ് x0 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x0യുടെ ഇക്വേഷൻ വാല്യൂ കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ x0 കണ്ടുപിടിക്കുന്ന വേറൊരു മെത്തേഡും ഉണ്ട്. x0 ഈക്വൽ ടു 1/2 ഇൻറ്റു r പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് r² മൈനസ് 1 ഹോൾ റേസ് ടു m പ്ലസ് r മൈനസ് r² മൈനസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് r² മൈനസ് 1 ഹോൾ റേസ് ടു 1/m. ഓക്കെ, ഇതിനകത്ത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അത് തരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിനനുസരിച്ച് നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. R കണ്ടുപിടിക്കാനുള്ള x0യുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇതൊക്കെ ഓരോ വേരിയബിൾ നെയിംസ് ആണ്. ഇതൊക്കെ ഇനി ഫർദർ ആയിട്ട് നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ചൂസ് ദ അറേ പോളിനോമിയൽ ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദ അറേ ഈസ് ഈവൻ ഓർ ഓഡ്. അറേ നമുക്ക് തന്നിരിക്കുന്ന അറേ ഈവൻ ആണോ ഓഡ് ആണോ എന്നനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അറേ പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെബിഷേവ് പോളിനോമിയൽ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് അറേ പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ അറേ പോളിനോമിയൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്നില്ലെങ്കിൽ ഐദർ അറേ എന്ന് പറയുന്നത് ഈവൻ അറേ ആവാം, ഓഡ് അറേ ആവാം. ഈവൻ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ n=8. ഓഡ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ n=7. ഓക്കെ, അപ്പോൾ ഈവൻ അറേ ആണെങ്കിൽ ഫോർ എൻ ഈവൻ അറേ ദ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് A0 സെൻറ്ററിൽ നിന്ന് പിന്നെ പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ അറേ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. മുന്നേക്ക് A0 A1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇവിടെ A0 A1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഔട്ട് സൈഡിലോട്ട് പോകുന്ന രീതിയിലാണ് അറേ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ എലമെൻറ്റ്സ് ആണെങ്കിൽ A0 ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ A0 ദെൻ A1 A2 A3 ഇതായിരിക്കും എലമെൻറ്റ്സ്, അറേ എലമെൻറ്റ്സ് വരുന്നത്. ഈ A0 A1 A2ൻ്റെ ഒക്കെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അറേ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ അറേയുടെ സെൻറ്ററിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ സെൻറ്റർ ആക്സിസിൻ്റെ രണ്ട് സൈഡിലും അറേ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അറേ എങ്കിൽ അറേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ അറേ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ അല്ലേ. അതിന് രണ്ട് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യാം? A0 റൈറ്റ് സൈഡിലോട്ട് A0 A1 A2 A3 എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടും A0 A1 A2 A3 എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, A0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ടോട്ടൽ 8 എലമെൻറ്റ്സ് ആണെങ്കിൽ ഇത് എക്സാമ്പിൾ ഫോർ n=8 ആണ്, 8 എലമെൻറ്റ്സ്. ഓക്കെ, A0 A1 A2 A3 ഇതിങ്ങനെ എക്സെട്ര n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ എക്സെട്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി വേർ A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എക്സൈറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ ടോട്ടൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഈവൻ അറേ ആണെങ്കിൽ ടോട്ടൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ ETE = σk = 0 to N-1 AK cos 2k + 1 psi/2 where N=n/2 small letter n/2. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് AK × cos 2k + 1 psi/2. അതിൻ്റെ സമ്മേഷനാണ് വരുന്നത്. വേർ K എന്ന് പറയുന്നത് എന്താ? K എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിൻ്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? 0 to N-1 ആണ്. അതായത് 0 to N-1 വേർ N=n/2 അതല്ലെങ്കിൽ 0 to n/2 - 1 സ്മോൾ ലെറ്റർ n/2 - 1. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. ഓക്കെ, അപ്പോൾ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ETE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ ഫോർ ആൻ ഓഡ് അറേ അറേഞ്ച്മെൻറ്റ് ഈസ് ഓഡ് അറേ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻറ്റർ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 times A0 ആയിരിക്കും. ഓക്കെ, സെൻറ്റർ എലമെൻറ്റിൻ്റെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് 2 times A0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ n=7 ആണ് വിചാരിക്കുക. n=7 ആണെങ്കിൽ സെൻറ്റർ എലമെൻറ്റിൻ്റെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് 2 times A0 ദെൻ റൈറ്റിലോട്ട് A1 A2 A3 ലെഫ്റ്റിലോട്ടും A1 A2 A3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓഡ് അറേയുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനി ഓഡ് അറേ ആണെങ്കിൽ അതിലെ ടോട്ടൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ ETO = k = 0 to N AK cos 2k psi/2 where N small letter n-1/2. ഓക്കെ, അപ്പോൾ K എന്ന് പറയുന്നത് റേഞ്ച് 0 to ഏതുവരെ വരുന്നത്? n-1/2 വരെയാണ് Kയുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഇൻ അറേ പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് cos i/2 = x/x0. ഓക്കെ, അപ്പോൾ അറേ പോളിനോമിയൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതേ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യാം? cos i/2 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x/x/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെബിഷേവ് പോളിനോമിയൽ ആൻഡ് അറേ പോളിനോമിയൽ ആൻഡ് കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻസ് ആൻഡ് ടേക്ക് ദ റേഷ്യോസ് ഫോർ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ,
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം സെക്കൻഡ് സ്റ്റെപ്പിൽ ഷെബിഷേവ് പോളിനോമിയൽ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പോൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഷെബിഷേവ് പോളിനോമിയലും അറേ പോളിനോമിയലും കണ്ടുപിടിച്ചു. ഈ രണ്ട് പോളിനോമിയൽസിലും ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടാവും അല്ലേ? അതായത് അറേ പോളിനോമിയലിലെ കോഎഫിഷ്യൻസ് A1 A2 A3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഎഫിഷ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അൺനോൺ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക? ടേക്ക് ദ റേഷ്യോസ് ഫോർ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് എക്സൈറ്റേഷനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റിലേറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ ആൻഡ് 8-element broadside array of isotropic sources of λ/2 spacing between the elements. The pattern is to be optimum with a side lobe level 26 dB down the main lobe maximum. അതാണ് ക്വസ്റ്റ്യൻ. ഒരു 8-element ബ്രോഡ് സൈഡ് അറേ നമുക്ക് ഡിസൈൻ ചെയ്യണം. അതിനകത്ത് സ്പേസിങ് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് λ/2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദ പാറ്റേൺ ഈസ് ടു ബി ഓപ്റ്റിമം വിത്ത് എ സൈഡ് ലോബ് ലെവൽ തന്നിട്ടുണ്ട്. ഓക്കെ, 26 dB എന്ന് പറഞ്ഞാൽ 20 തന്നിട്ടുണ്ട്. 26 dB ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓർ ഇത് വേറൊരു രീതിയിൽ ചോദിക്കാവുന്നത് ദ പാറ്റേൺ ഈസ് ടു ബി ഓപ്റ്റിമം വിത്ത് എ സൈഡ് ലോബ് ലെവൽ -26 dB. ഇങ്ങനെ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം. ആദ്യം ഗിവൺ ഡാറ്റാസ് ഇതൊക്കെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? n = 8 തന്നിട്ടുണ്ട്, d തന്നിട്ടുണ്ട്, λ/2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ലോബ് ലെവൽ ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമ 26 dB എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഡാറ്റാസാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസിൽ തരാറുള്ളത്. ഓക്കെ, ഇത് 3ഉം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡിസൈൻ സ്റ്റെപ്സ് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആർ അല്ലേ? അപ്പോൾ വാല്യൂ ഓഫ് സ്മോൾ ലെറ്റർ ആർ കണ്ടുപിടിക്കുക. ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇൻ dB ആണ് സൈഡ് ലോബ് ലെവൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 20 log r = സൈഡ് ലോബ് ലെവൽ ബിലോ മെയിൻ ലോബ് മാക്സിമ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും അല്ലേ? അതാണ് നമുക്ക് സെക്കൻഡ് ഇക്വേഷന്. അപ്പോൾ ഇവിടെ സൈഡ് ലോബ് ലെവൽ ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമ തന്നിട്ടുണ്ട്. ബിലോ ഓർ ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമം 26 dB എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 20 log r = 26 എടുക്കുക. log r = 26/20. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ആറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഞാൻ നേരത്തെ ഇവിടെ ഒരു ഓർ ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിരുന്നു. ദ പാറ്റേൺ ഈസ് ടു ബി ഒപ്റ്റിമം വിത്ത് എ സൈഡ് ലോബ് ലെവൽ -26 dB. ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ദ സൈഡ് ലോബ് ലെവൽ ഈസ് ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമം. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈഡ് ലോബ് ലെവൽ ഈസ് ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമം. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിച്ചാലും ചെയ്യുന്നത് ഒരേ മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ 6 കിട്ടി, 19.95 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? സെലക്ട് ദ ഷെബിഷേവ് പോളിനോമിയൽ. അതല്ലേ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്? ഷെബിഷേവ് പോളിനോമിയൽ Tm(x) കണ്ടുപിടിക്കണം. അതിനകത്ത് m എന്ന് പറയുന്ന ഓർഡറാണ് അല്ലേ? ഓർഡർ ഓഫ് ദ പോളിനോമിയലാണ്. വേറെ m = n-1 ദാറ്റ് ഈസ് = 7. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, T7x ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി പഠിച്ചു വെക്കണം. T7x = 64x⁻⁷ -112x⁵ + 56x³ - 7x. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? x0 കണ്ടുപിടിക്കണം. അതിനകത്ത് തന്നെയുള്ള സ്റ്റെപ്പാണ് x0 കണ്ടുപിടിക്കണം. ഓക്കെ, x0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? x0 = 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഈ T7(x)നകത്ത് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ചെയ്യാം. അതായത് T7x0 = 64x⁻⁷ -112x⁵ + 56x⁵³ - 7x0. അതിനൊരു 7th ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ ആ ഇക്വേഷൻ അതായത് ആ പോളിനോമിയൽ നമ്മൾ സോൾവ് ചെയ്ത് x0യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ x0 ഒക്കെ കണ്ടുപിടിക്കാൻ വേറൊരു ഓൾട്ടർനേറ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ. x0 = 1/2 r + √r² - 1 1/m + r - √r² - 1 ബ്രാക്കറ്റ് ഇട്ടിട്ട് 1/m. ഓക്കെ, ഇനി ആറിൻ്റെ വാല്യൂ നമുക്ക് 19.95 കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x0 = 1.1418 എന്ന് കിട്ടി. അതിന് അപ്രോക്സിമേറ്റ് ചെയ്തു 1.14 എന്ന് പറഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ഓക്കെ, 2 ഡിജിറ്റ് അപ്രോക്സിമേറ്റ് ചെയ്തു.
അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ x0യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, പിന്നെ നമ്മൾ അറേ പോളിനോമിയൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അറേ പോളിനോമിയൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ n = 8 ആണ് അല്ലേ. അതുകൊണ്ട് എന്താ, ഏത് ടൈപ്പ് അറേയാണ്, ഈവൻ അറേ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ സിൻസ് n is = 8, ഇറ്റ് ഈസ് എൻ ഈവൻ അറേ. അപ്പോൾ നമ്മൾ ഈവൻ അറേയുടെ ഫിഗർ വരച്ചു. A0, A1, A2, A3 വരെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും A0, A1, A2, A3 ലെഫ്റ്റ് സൈഡിലും. ഇനി ETE ടോട്ടൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതണം. ETE = എന്താ ഇക്വേഷൻ, സിഗ്മ k = 0 to n-1 AK cos 2k + 1 × psi/2, വേർ ക്യാപിറ്റൽ എന്നിൻ്റെ റേഞ്ച് എന്താ, ക്യാപിറ്റൽ N = n/2 - 1. ഇവിടെ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8/2 - 1 എന്ന് പറയുന്നത് 3 വരും. അപ്പോൾ സിഗ്മ സമ്മേഷൻ്റെ റേഞ്ച് 0 to 3 AK cos 2k + 1 × psi/2. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, സമ്മേഷൻ സിഗ്മനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം k = 0 കൊടുത്തു. അപ്പോൾ A0 cos psi/2 പ്ലസ് അടുത്തത് k = 1 കൊടുത്തു കഴിഞ്ഞാൽ A1 cos 2k + 1, അതായത് 2 × 1 + 1, 2 + 1 3 psi/2 പ്ലസ് അടുത്തത് എന്താ വരുന്നത്, A2 × cos 5 psi/2 അല്ലേ. k = 2 കൊടുത്തു കഴിഞ്ഞാൽ A2 × cos 2 × 2 4 + 1, ദാറ്റ് ഈസ് 5 psi/2 പ്ലസ് അടുത്തത് k = 3 കൊടുത്തു കഴിഞ്ഞാൽ A3 × cos 2 × 3 6 + 1 7 psi/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. A0 cos psi/2 നമുക്കറിയാം. അടുത്ത് cos 3 θ, അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. ഇനി cos 5 psi/2 7 psi/2 നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആ എക്സ്പാൻഷൻ അറിയാനാണ് നമുക്ക് ഈ A0 cos 5 psi/2 എന്ന് പറയുന്നത് ഏതായിരുന്നു, നമ്മൾ ഫസ്റ്റിൽ ചെബിഷേവ് പോളിനോമിയൽ പറഞ്ഞിരുന്ന സമയത്ത് ചെബിഷേവ് പോളിനോമിയൽസ് പറഞ്ഞിരുന്ന സമയത്ത് ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, T5 of x എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിലും T5 of x എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ M1 ഒക്കെ ചെയ്യുന്ന സമയത്ത് T3 of x എന്ന് പറയുന്നത് cos 3 psi/2, Tm of x എന്ന് പറയുന്നത് cos m psi/2 ആണല്ലോ. Tm of x = cos m psi/2. ദാറ്റ് മീൻസ് T5 of x എന്തായിരിക്കും, T5 of x എന്തായിരിക്കും, cos m psi/2, ദാറ്റ് ഈസ് 5 psi/2 അല്ലേ. cos 5 psi/2 ആണ് അല്ലേ. അപ്പോൾ അത് എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്, 16x⁵5 - 20x³ + 5x എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് സൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം, cos psi/2 കൊടുത്തു കഴിഞ്ഞാൽ, എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, cos psi/2. കാരണം അവിടെ നമ്മൾ ഇനി ബാക്കിലേക്ക് പോകുന്നില്ല, അവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു x = cos psi/2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, x = cos psi/2 എന്നുള്ളത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്പാൻഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എക്സ്പാൻഷൻ കിട്ടാൻ cos 5 psi/2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, T5 of x-നകത്ത് T5 of x-ൻ്റെ x എന്ന് പറഞ്ഞ പോളിനോമിയലിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് cos 5 കൊടുത്താൽ മതി. cos psi/2 എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു x = cos psi/2 എന്നുള്ളത് മുന്നേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഈ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. cos 7 psi/2ൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ കിട്ടും, T7 of x-ൻ്റെ പോളിനോമിയൽ നമുക്കറിയാം, അത് അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. T7 of x-ൻ്റെ പോളിനോമിയലിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് കൊടുത്താൽ മതി, cos psi/2 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ കിട്ടുന്നത്. A2 × 16 cos raised to 5 psi/2, അതായത് 16x⁵5 ആണ്, - 20x³ + 5x ആണ് T5x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, cos psi/2. അപ്പോൾ T5 psi/2 എന്ന് വരും, cos psi/2 എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ A3 × cos 7 psi/2 കൂടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, T7 of x പോളിനോമിയൽ നമുക്കറിയാം, അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് cos psi/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ETEയുടെ ഇക്വേഷൻ കിട്ടി. ദെൻ എന്ത് ചെയ്യുക,
അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോസ് ഐ ബൈ ടുവിന് പകരം ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സ് ബൈ എക്സ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എക്സ് ബൈ എക്സ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ബൈ എക്സ് സീറോ ഇൻസ്റ്റെഡ് ഓഫ് കോസ് ഐ ബൈ ടു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിയുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. എല്ലാ ടൈമിലും കോസ് ഐ ബൈ ടുവിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? എക്സ് ബൈ എക്സ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ് വരുന്നത്. ദെൻ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇക്വേറ്റ് അറേ പോളിനോമിയൽ വിത്ത് ഷെബിഷേവ് പോളിനോമിയൽ T7 ഓഫ് എക്സ്. അപ്പോൾ അറേ പോളിനോമിയൽ നമുക്ക് ഇതാ കിട്ടി, ഈ ടി ഇ ഈക്വൽ ടു അറേ പോളിനോമിയൽ കിട്ടി. അത് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? T7x. T7x നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. T7x അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് അറേ പോളിനോമിയൽ ഇവിടെ എഴുതി. ദെൻ ഇതാണ് അറേ പോളിനോമിയൽ വരുന്നത്, ഇതാണ് ഷെബിഷേവ് പോളിനോമിയൽ വരുന്നത്. രണ്ടും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RHS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോഎഫിഷ്യൻറ്റും അറിയാം. LHS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻസ് A0, A1, A2, A3 ഇതാണല്ലോ നമുക്ക് കൊടുക്കാനുള്ള എക്സൈറ്റേഷൻ. അപ്പോൾ ആ വാല്യൂസ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് പവേഴ്സ്. ഓക്കെ, ഓൺ ബോത്ത് സൈഡ് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാം. A0, A1, A2, A3യുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇപ്പോൾ A3 സ്റ്റാർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് x⁻7 ആണ് വരുന്നത്. കാരണം അത് നിങ്ങൾക്കറിയാമല്ലോ, കാരണം x⁻7 ഒരൊറ്റ ടേം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കുറേ ടേംസ് ഉണ്ടാവും. അപ്പോൾ ഹയസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം കമ്പയറിങ് കോഎഫിഷ്യൻസ് ഓഫ് x⁻7. അപ്പോൾ എന്ത് കിട്ടി? A3 × 64 x ബൈ x0 ഹോൾ റൈസ് ടു 7 ഇസ് ഈക്വൽ ടു 64 x⁻7. LHS RHS ഇക്വേറ്റ് ചെയ്തു. അതിനകത്ത് നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ A3 ഈക്വൽ ടു 2.5 കിട്ടും. ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ള കോഎഫിഷ്യൻസും ചെയ്യണം. അടുത്തത് കമ്പയറിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് x⁻5. ഓക്കെ, x⁻5 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് A2ൻ്റെ വാല്യൂ കിട്ടും. അത് വളരെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ A2ൻ്റെ വാല്യൂ കിട്ടുമ്പോൾ അവിടെ ഒരു A3യുടെ ടേം ഉണ്ടാവും. A3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കറക്റ്റായിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ A3 കണ്ടുപിടിച്ചു. അപ്പോൾ ഈ A3യുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 2.5 ആണ് കിട്ടിയത്. അത് നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് അപ്രോക്സിമേറ്റ്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് 2.1 ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ അതൊരു ലാർജ് വേരിയേഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വേരിയേഷൻ, ലാസ്റ്റിലോട്ട് A0 എത്തുമ്പോൾ അത് വലിയ വേരിയേഷനായിട്ട് വരും. അതുകൊണ്ട് ആൻസർ തെറ്റാണെന്നുള്ള രീതിയിലോട്ട് എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് അപ്രോക്സിമേഷൻ ചെയ്യുക. ഓക്കെ, എന്ത് അപ്രോക്സിമേഷൻ ചെയ്യുമ്പോഴും ഫൈനൽ ആൻസറിൽ മാത്രം അപ്രോക്സിമേഷൻ ചെയ്യുക. ഇടയിൽ വരുന്ന ഒരെണ്ണം റൗണ്ട് ഓഫ് ചെയ്യാതെ തന്നെ കാൽക്കുലേഷൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ A2ൻ്റെ വാല്യൂ 4.025 കിട്ടും. ദെൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x³ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A1ൻ്റെ വാല്യൂ കിട്ടും. ദെൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x ചെയ്ത് കഴിഞ്ഞാൽ ഏത് കിട്ടും? A0യുടെ വാല്യൂ കിട്ടും. ഓക്കെ, കോഎഫിഷ്യൻസ് ഓഫ് x³ ചെയ്ത് കഴിഞ്ഞാൽ A1 കിട്ടും. ദെൻ കോഎഫിഷ്യൻസ് ഓഫ് x ചെയ്ത് കഴിഞ്ഞാൽ A0 കിട്ടും. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സബ്സ്റ്റിറ്റ്യൂഷൻസും കമ്പാരിസണും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് A0, A1, A2, A3യുടെ വാല്യൂസ് കിട്ടി. ദെൻ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട് അറേ എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, A0, A1, A2, A3, A0, A1, A2, A3 ടോട്ടൽ 8 എലമെൻറ്റ്സ്. ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, λ/2 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ എന്ത് ചെയ്യണം? നമുക്ക് റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, നമ്മൾ രണ്ട് എൻഡിലും, അതായത് ഇവിടുത്തെ രണ്ട് എൻഡിലും വരുന്ന വാല്യൂസ് ഏതാ? A3 ആണ് വരുന്നത് അല്ലേ. A3യുടെ വാല്യൂ വെച്ചിട്ട് എല്ലാ എലമെൻറ്റ്സിനെയും ഡിവൈഡ് ചെയ്യുക, എല്ലാ വാല്യൂസിനും ഡിവൈഡ് ചെയ്യുക. അതായത് 2.25 ആണ് A3യുടെ വാല്യൂ വരുന്നത്. അപ്പോൾ 2.25 ഡിവൈഡഡ് ബൈ 2.25. അടുത്ത് വരുന്നത് 4.02 ഡിവൈഡഡ് ബൈ 2.25. ഇവിടെ ഒരു കോളൻ ഇടുക, കോളൻ ഇട്ടിട്ട് എഴുതുക. ദെൻ അഗെയിൻ കോളൻ 4.02 ഡിവൈഡഡ് ബൈ 2.5, 5.86 ഡിവൈഡഡ് ബൈ 2.5. അതായത് രണ്ട് എൻഡിലെയും വാല്യൂ 1 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഫൈനലി നമ്മൾ
അറേയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താ 1:1.6 2.3 2.7 2.7 2.3 1.6 1. ഓക്കെ, ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലം ചോദിക്കുന്നത് ഇപ്പോൾ ഒരു മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. അടുത്തത് വേറൊരു മെത്തേഡിലും കൂടി ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രോബ്ലം നോക്കാം. ഗിവൺ ദാറ്റ് ഇവിടെ നമുക്ക് എന്ത് തരില്ല, സൈഡ് ലോബ് ലെവൽ തരില്ല. ഓക്കെ, ഒപ്റ്റിമം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെബിഷേവ് അറേയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഷെബിഷേവ് പോളിനോമിയലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗിവൺ ദാറ്റ് ദ ബീം വിഡ്ത്ത് ഓഫ് ഫസ്റ്റ് നൾ equal to 45 degree, number of elements in the array equal to 8, spacing between any two elements is lambda by 2, calculate the Chebyshev distribution which yields optimum pattern with minimum side lobe. Optimum pattern എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാറ്റേൺ വിത്ത് മിനിമം സൈഡ് ലോബ് ലെവൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് ലോബ് ലെവൽ തന്നിട്ടില്ല. ഓക്കെ, പകരം തന്നിട്ടുള്ളത് എന്താ, ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നൾ, അതായത് ഫസ്റ്റ് നൾ ബീം വിഡ്ത്താണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്, 45 ഡിഗ്രി തന്നിട്ടുണ്ട് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത്. ഗിവൺ ഡാറ്റാസ് നിങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ. ഫസ്റ്റ് നൾ ബീം എടുത്ത് വന്നിട്ടുണ്ട് 45 ഡിഗ്രി, ഡി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡി ഈക്വൽ ടു ലാംഡ ബൈ 2 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു 8 തന്നിട്ടുണ്ട്. ഈ ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതുക. ഫസ്റ്റ് നൾ ബീം എടുത്ത്, ദെൻ സ്മോൾ ലെറ്റർ ഡി തന്നിട്ടുണ്ട്, ദെൻ എൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താ, നമ്മൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് x0 കണ്ടുപിടിക്കും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇത് നമുക്ക് സൈഡ് ലോബ് ലെവൽ തരണം. അപ്പോൾ ഇവിടെ അത് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 6 വെച്ചിട്ട് x0 കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് പകരം തന്നിട്ടുള്ളത് ഫസ്റ്റ് നൾ ബീം വിഡ്ത്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് x0 എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിനൊരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് x0 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് വരുന്ന രണ്ട് നൾസ്, ഇത് മേജർ ലോബ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ വരുന്ന മേജർ ലോബിൻ്റെ തൊട്ടടുത്ത് വരുന്ന രണ്ട് നൾസ്, അത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷനെയാണ് നമ്മൾ ഫസ്റ്റ് നൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇതാ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times തീറ്റ നൾ, അതായത് നമ്മളിവിടെ തീറ്റ നൾ എന്ന് പറഞ്ഞ ഡയറക്ഷൻ എടുക്കുന്ന ഏതാണ്, ഇത്, അതായത് y ആക്സിസും പിന്നെ ഈ ഫസ്റ്റ് നള്ളും തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷനാണ് ഇവിടെ നമ്മൾ തീറ്റ നൾ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഓക്കെ, തീറ്റ നൾ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്, തീറ്റ നൾ എന്ന് പറഞ്ഞ് എടുക്കുന്നത് ഇവിടെ y ആക്സിസും ഈ ഫസ്റ്റ് നള്ളും തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ. ഓക്കെ, ഇതോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ ഇതോ, ഇതാണ് നമ്മൾ തീറ്റ നൾ എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ therefore we can write first null beam width equal to 2 times theta null. ഇവിടെ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2 theta null equal to 45 ഡിഗ്രി ഓർ theta null equal to 45 divided by 2 that is equal to 22.5 ഡിഗ്രിയാണ്. ശ്രദ്ധിക്കണം, അത് റേഡിയനിലല്ല ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഫോർ ഫസ്റ്റ് നൾസ്, ഫസ്റ്റ് നള്ളിൻ്റെ കേസിൽ Tm of x equal to 0 ആണ്. ഓക്കെ, Tm of x എന്ന് പറയുന്നത് എന്താ, കോസ് ഓഫ് m കോസ് ഇൻവേഴ്സ് ആണ് Tm of xൻ്റെ ഇക്വേഷൻ അല്ലേ, നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. Tm of xൻ്റെ ഇക്വേഷൻ കോസ് m psi by 2, അതല്ലെങ്കിൽ പിന്നെ കോസ് ഓഫ് m കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ m cos inverse equal to cos of m cos inverse is equal to 0 കിട്ടും നമുക്ക്. Tm of x equal to for first nulls, Tm of x equal to 0. Therefore Tm of x എന്ന് പറഞ്ഞാൽ എന്താ, cos of m cos inverse x, നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ Tm of xൻ്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടി. അതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം, m cos inverse x equal to cos inverse 0. cos എപ്പോഴാണ് 0 വരുന്നത്, 2k minus 1 pi by 2, 2k minus 1 into pi by 2 where k equal to 1, 2, 3 etc. നമുക്കറിയാം m equal to n minus 1 ആണ്. ഹിയർ സ്മോൾ ലെറ്റർ n equal to 8 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. therefore എന്തെഴുതാം,
7 cos inverse is x equal to 2k minus 1 pi by 2 or cos inverse x equal to 2k minus 1 pi by 2 divided by 7. അതിനകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും? കോസ് ഓഫ് 2k minus 1 pi divided by 14 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇനി ഫസ്റ്റ് നൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ എടുക്കാറ്? k ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് എടുക്കും അല്ലേ? therefore x ഈക്വൽ ടു 0.974 കിട്ടും. ഇനി നമുക്കറിയാവുന്ന വേറൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് അല്ല, x0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, x0 അറിയണമെങ്കിൽ എക്സും x0യും ചേർന്നിട്ടുള്ള ഒരു ഇക്വേഷൻ അറിയണം. എന്നാലല്ലേ ഉള്ളൂ നമുക്ക് x0 കണ്ടുപിടിക്കാൻ പറ്റുക. അതേതാ ഇക്വേഷൻ? cos I by 2 ഈക്വൽ ടു എക്സ് ബൈ x0 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ദാറ്റ് ഈസ് കോസ് ഓഫ് സൈ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ബീറ്റ ഡി സൈൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം ഏതാ എടുക്കേണ്ടത്? ബീറ്റ ഡി സൈൻ തീറ്റ നൾ. ഓക്കെ, ബീറ്റ ഡി സൈൻ തീറ്റ നൾ ഹോൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ x0. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, നമ്മളിതുവരെ മുന്നേയൊക്കെ കേട്ടിട്ടുള്ളത് ബീറ്റ ഡി കോസ് തീറ്റയല്ലേ എന്നുള്ളത് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ബീറ്റ ഡി കോസ് തീറ്റയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പറയാം, എങ്ങനെയാണ് ബീറ്റ ഡി സൈൻ തീറ്റ വന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് തീറ്റ നൾ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഓക്കെ, ഇതാണ് തീറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, ബീറ്റ ഡി കോസ് തീറ്റ നമ്മളിതാണ് ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാറ്. ഇതാണ് വിചാരിക്കല്ല, നമ്മൾ ഈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എന്നുള്ള ഡയറക്ഷനാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറ്? തീറ്റ ആയിട്ട് എടുക്കാറുള്ളത്. നമ്മൾ അറേ ഓഫ് n പോയിൻറ്റ് സോഴ്സസോ അറേ ഓഫ് 2 പോയിൻറ്റ് സോഴ്സസോ ഏതാണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് അതിനെയാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ നള്ള് ഇത് നമ്മൾ തീറ്റ നള്ളെടുത്തു, ഇത് തീറ്റ നള്ളെടുത്തു. ഇതാണ് നമ്മൾ ആക്ച്വലി തീറ്റ. ഈ ഡയറക്ഷനിൽ തീറ്റ എടുക്കുമ്പോഴാണ് നമുക്ക് സൈ ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു നമുക്കറിയാം 90 മൈനസ് തീറ്റ നൾ. നമുക്കിവിടെ തീറ്റയുടെ വാല്യൂ നമുക്കിവിടെ അറിയില്ല, നമുക്കറിയാവുന്ന തീറ്റ നള്ളാണ്. അപ്പോൾ നമുക്ക് തീറ്റ നള്ളിൻ്റെ ടേമുള്ള ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ തീറ്റ ഈക്വൽ ടു 90 മൈനസ് തീറ്റ നള്ളാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും? കോസ് തീറ്റ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? കോസ് ഓഫ് 90 മൈനസ് തീറ്റ. രണ്ട് ഈ ഇക്വേഷനകത്ത് ഇവിടെ പെൻസിലോണ്ട് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെയും കോസ് അപ്ലൈ ചെയ്തു, അതുപോലെ ഈ റൈറ്റ് സൈഡിലും കോസ് അപ്ലൈ ചെയ്തു. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ നൾ. കോസ് 90 മൈനസ് തീറ്റ നൾ എന്തായിരിക്കും? സൈൻ തീറ്റ നൾ. സൈൻ തീറ്റ നൾ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ബീറ്റ ഡി സൈൻ തീറ്റ നൾ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടിയത്. സൈ ഈക്വൽ ടു ബീറ്റ ഡി സൈൻ തീറ്റ നൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോസ് ഐ ബൈ 2 ഈക്വൽ ടു എക്സ് ബൈ x0 ദാറ്റ് ഈസ് കോസ് ഓഫ് സൈക്ക് പകരം ബീറ്റ ഡി സൈൻ തീറ്റ നള്ളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബീറ്റ ഡി നമ്മൾ എപ്പോഴും ബീറ്റ ഡി കോസ് തീറ്റയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്. ഇവിടെ നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയില്ല, തീറ്റ നള്ളാണ് അറിയാവുന്നത്. അതുകൊണ്ട് ബീറ്റ ഡി സൈൻ തീറ്റ നൾ ഹോൾ ഡിവൈഡഡ് ബൈ 2 എഴുതി. ഇനി നമുക്ക് ഇതിനകത്തൊന്നും അറിയാത്തതൊന്നുമില്ല. ബീറ്റ അറിയാം, 2π ബൈ ലാംഡയാണെന്ന് അറിയാം. സ്മോൾ ലെറ്റർ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ലാംഡ ബൈ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ തീറ്റ നള്ളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ എക്സിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. ദെൻ x0യുടെ മാത്രമേ അൺനോൺ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? x0യുടെ വാല്യൂ കിട്ടും. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ആറും x0യും കണ്ടുപിടിക്കലായിരുന്നു. അപ്പോൾ നമ്മൾ x0 കണ്ടുപിടിക്കുന്ന ഇവിടെ 6 യൂസ് ചെയ്തിട്ടല്ല, അതായത് സൈഡ് ലോബ് ലെവൽ യൂസ് ചെയ്തിട്ടല്ല, പകരം ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നള്ളിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 6 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെബിഷേവ് പോളിനോമിയൽ കണ്ടുപിടിക്കും. ഇവിടെ n ഈക്വൽ ടു സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 8 ആണ്. therefore m ഈക്വൽ ടു n മൈനസ് 1 ദാറ്റ് ഈസ് 8 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. therefore we have to find t7 of x. t7 of x നമുക്ക് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എഗെയിൻ ഇവിടെ അറേ എലമെൻറ്റ് അറേഞ്ച്മെൻറ്റ് വരുന്നത് ഈവൻ ആയതുകൊണ്ട് ഈവൻ അറേ ആണ് വരുന്നത്. ദെൻ ഈ ടിയുടെ ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, ദെൻ എക്സ്പാൻഡ് ചെയ്യുക.
എക്സ്പാൻഷൻ ആദ്യം ഇൻ ടേംസ് ഓഫ് കോസ് ഐ ബൈ ടുവിൻ്റെ ടേംസിൽ എഴുതുക. ദെൻ സൈ ബൈ ടുവിന് പകരം ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? കോസ് ഐ ബൈ ടുവിന് പകരം എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ എഴുതിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് കോസ് ഐ ബൈ ടു ഈക്വൽ ടു എക്സ് ബൈ എക്സ് സീറോ. ഇത് എഴുതിയതിന് ശേഷം വേണം ഇ ടി ഈക്വൽ ടു എ സീറോ ഇൻറ്റു എക്സ് ബൈ എക്സ് സീറോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എഴുതേണ്ടത്. ദെൻ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യുക അല്ലേ? കമ്പയർ ഇ ടി ഈക്വൽ ടു T7 ഓഫ് എക്സ്. ദെൻ എന്ത് ചെയ്യുക? വാല്യൂസ് കണ്ടുപിടിക്കുക. ആദ്യം ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് 7. അപ്പോൾ ഇതാണ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഇക്വേഷൻ കിട്ടും. ദെൻ അടുത്ത എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് റേസ് ടു 7 ചെയ്ത് കഴിഞ്ഞാൽ A3യുടെ വാല്യൂ കിട്ടും. 3.18 കിട്ടും. ഓക്കെ. ദെൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് റേസ് ടു 5 ചെയ്ത് കഴിഞ്ഞാൽ A2ൻ്റെ വാല്യൂ കിട്ടും. A2 ഈക്വൽ ടു കിട്ടുന്നത് 6.24 ആണ്. A2 ഈക്വൽ ടു 6.24 കിട്ടും. ദെൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ A1 ഈക്വൽ ടു 9.68 കിട്ടും. Then equating coefficients of x, we will get A0 equal to എന്ത് കിട്ടും? 11.84 കിട്ടും. ഓക്കെ. ദെൻ അറേഞ്ച്മെൻറ്റ് ചെയ്യുക. A0, A1, A2, A3യുടെ വാല്യൂസ് ചെയ്യുക. ദെൻ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? എല്ലാ എലമെൻസിനെയും എന്ത് വെച്ചിട്ട് എല്ലാ വാല്യൂസിനെയും എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക? A0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫൈനൽ ആൻസർ ഇതുപോലെ കിട്ടും. 1:1.96:3.04 3.72 3.72 3.04 1.96:1. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ചെബിഷേവ് അറേയുടെ ഡിസൈന് വരുന്നത്.